ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ പെണ്ണിനോട് വൃത്തികേട് പറയുകയും കാണിക്കുകയും ചെയ്ത നമ്മുടെ മാനേജർക്ക് നല്ല മറുപടി കൊടുത്ത് വിക്രം പറഞ്ഞു വിട്ടു. അതിനുശേഷം തലയെടുപ്പോടുകൂടി വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇവനാണ് ജീവനും കൊണ്ട് ഓടുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ വയ്യാതിരിക്കുവാണല്ലോ. അപ്പോൾ വേദ ചോദിച്ചു ഇത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എവിടെയാണെന്ന് പറ വിക്രം, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ആരെ കാണാനാ പോയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദ ഇങ്ങനെ ടെൻഷൻ കാരണം വിക്രത്തോട് ചോദിക്കാം. പ്രശ്നം ഇപ്പം പ്രത്യേകിച്ച് പറയാൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാണേണ്ടവനെ ഞാൻ കാണേണ്ട രീതിയിൽ തന്നെ കണ്ടെന്നും അവന് കൊടുക്കേണ്ട മറുപടി കൊടുത്തെന്നും പറഞ്ഞു. അപ്പോൾ അയാളുടെ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, അവനെ ഞാൻ കാണാൻ പോയതായിരുന്നെന്നും അവനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് നൈസായി മനസ്സിലാക്കി കൊടുത്തെന്നും പറഞ്ഞു. പെട്ടെന്ന് എടുത്തുചാടി ഒരു ഇത് ചെയ്യണമായിരുന്നോ വിക്രം എന്ന് ചോദിച്ചപ്പം ഇത് ഒരു എടുത്തുചാട്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇത് അത്യാവശ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നും വിക്രം വേദയോട് പറയുക. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഇവൻ ഈ ഒരു തെളിവും കൊണ്ടല്ലേ വന്നത്, അപ്പോൾ അവൻ്റെ കയ്യിൽ ആ തെളിവ് ഇരിക്കുകയാണല്ലോ വിക്രം എന്ന് പറയുമ്പം അത് അവനോട് പുറത്തെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവനത് പുറത്തെടുക്കില്ല എന്നും പറഞ്ഞു. പക്ഷേ അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന് വിക്രം പറയുക. അവൻ ഈ തൊഴിലാളികളോട് കാണിക്കുന്ന ചതിയും വഞ്ചനയും മുഴുവനും പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞു. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ മേരി ചേച്ചിയെ പോലെയും അതുപോലെ സാധുക്കളായ കുറേ സ്ത്രീകളെയും അവിടുത്തെ ജോലിക്കാരെയും ഒക്കെ പറ്റിച്ച് അയാൾ ജീവിക്കുന്നതിന് അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലെന്നും വിക്രം പറയുക. പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി അതിനൊരു കാര്യം തേടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു തെളിവ് വെച്ച് അയാൾ നമുക്കിട്ട് എന്തെങ്കിലും പാര പണിയോന്ന് എനിക്ക് പേടിയുണ്ടെന്നുള്ള കാര്യം വേദ പറയുമ്പോൾ അങ്ങനെ അവൻ പാര പണിയുകയാണെങ്കിൽ അങ്ങ് പണിയട്ടെ എന്ന് വെക്കണം. അല്ലാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ പാവങ്ങളായ മനുഷ്യരെ ചതിക്കാൻ നമ്മളും കൂട്ടു നിൽക്കുന്നത് പോലെ ആവില്ലേ എന്ന് വിക്രം അന്നേരം വേദയോട് ചോദിക്കുക. അപ്പം നമുക്കെതിരെ അവൻ എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ കാണാമെന്നും പറഞ്ഞു. എന്തായാലും അവൻ ഈ കാണിക്കുന്ന ദുഷ്ടത്തരത്തിന് നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവന് സൈഡ് ഇതായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും അവനും തമ്മിൽ എന്ത് വ്യത്യാസമൊന്നും വിക്രം വേദയോട് ചോദിക്കുക. അല്ല, അവൻ ചെയ്യുന്നതിന് ഒരിക്കലും കൂട്ടു നിൽക്കണം എന്നല്ല വിക്രം ഞാൻ പറഞ്ഞത്, ഇനി കുറച്ചൊരു സാവകാശമാണ്. പക്ഷെ എന്തായാലും അത് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലടോ എന്ന് വിക്രം വേദയോട് പറഞ്ഞു. എന്തായാലും നമുക്ക് നേരിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഇറങ്ങണ്ട, ഒരു കാര്യം ചെയ്യാം, നാളെ പള്ളിമേടയിൽ എത്തുമ്പോൾ അച്ഛനോട് വിവരം പറയാമെന്ന് പറഞ്ഞു വിക്രം. അപ്പോൾ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്തോളും എന്ന് വിക്രം പറയണു. അപ്പോൾ അങ്ങനെ വേദയും വിക്രവും കൂടി ഇങ്ങനെ സംസാരിച്ചു ഈ ഒരു വിഷയത്തെപ്പറ്റി. അതിനുശേഷം അനിയൻകുട്ടൻ്റെ കാര്യം വേദ ചോദിക്കുകയാണ്. അനിയൻകുട്ടൻ്റെ കാര്യം എന്താണ് അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അനിയൻകുട്ടനെ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു എന്നും അച്ഛൻ്റെ മുന്നിലിരുന്ന് എല്ലാം തുറന്ന് സംസാരിച്ച് എല്ലാം അച്ഛനിലേക്ക് ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഒരുപാട് സമാധാനമായി എന്ന് വിക്രം പറയാം. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെയാണെന്ന്. അപ്പോൾ വിക്രത്തിന് അങ്ങനെ ഒരു ഭാരം ഇറക്കി വെക്കാൻ ഒരിടം കിട്ടിയത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമല്ലേ എന്ന് വേദ ചോദിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തനിക്ക് ആരും ഇല്ലെന്നോ, അതെന്ത് വർത്താനാടോ താൻ പറയുന്നത്, പിന്നെ ഞാനെന്തിനാടോ ഇവിടെ ഇരിക്കുന്നതെന്ന് വേദയോട് വിക്രം ചോദിക്കാം. തൻ്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാനുള്ള ആളല്ലേ ഞാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ ആണോ, പിന്നെ അല്ലാതെ എന്തോരം ഭാരമുണ്ട്, ഇങ്ങനെ ഇറക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം എന്തായാലും തൽക്കാലം ഇറക്കി വെക്കുന്നില്ല, സമയമാകുമ്പോൾ ഞാൻ പറയാമെന്നും വേദ വിക്രത്തോട് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യമെല്ലാം സംസാരിച്ചതിന് ശേഷം പിന്നെ രാത്രി അവർ അത്താഴമൊക്കെ കഴിച്ച് കിടക്കണം. പിറ്റേ ദിവസമായി രാവിലെ നമ്മുടെ വേദയ്ക്ക് ജോലിക്ക് പോകാനും ഒക്കെയായി. വേദയെ കൊണ്ടുപോകാനായിട്ട് ഗീവർഗീസേട്ടനും അതുപോലെ നമ്മുടെ മേരി ചേച്ചിയും കൂടെ വന്നു. അവർ വന്നതിന് ശേഷം വേദയോട് അസുഖത്തെ പറ്റിയൊക്കെ ചോദിച്ചു. ഒക്കെ ഉഷാറായില്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിച്ചു. എല്ലാം സൂപ്പറാണ്, അടിപൊളിയാണെന്ന് പറയുകയും ചെയ്തു. ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ ധൈര്യമായിട്ട് ജോലിക്ക് കൊണ്ടുപോകാനല്ലേ വിക്രം എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നത് പോലെയൊന്നും അല്ല കേട്ടോ, നമ്മുടെ മേഡത്തിന് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന മുഷിയും ബോറടിക്കും, അവിടെ ആകുമ്പോൾ പിന്നെ മേരി ചേച്ചിയോടും അവരോടൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ പറയാം. എന്തായാലും പോരെ, പിന്നെ ഇന്ന് വലിയ കഷ്ടപ്പെട്ട് പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ എന്നൊക്കെ ചേച്ചി ഇങ്ങനെ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടാണ് വേദയെ കൊണ്ടുപോകണം. അവരങ്ങ് പോയി. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിക്രവും അതുപോലെ ചേട്ടനും കൂടെ അനിയൻകുട്ടനുമായിട്ട് പള്ളിമേടയിലേക്കും പോയി. അവിടെ ചെന്ന് ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഒരു സമയത്ത് അച്ഛൻ നമ്മുടെ അനിയൻകുട്ടനെ പ്രാർത്ഥിക്കുക. അപ്പം
നെറ്റിയിൽ കുരിശൊക്കെ വെച്ച് കൊന്തയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അനിയൻകുട്ടൻ അപ്പോഴും ഇങ്ങനെ ഒരാൾ ഒരു സ്ഥലത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിയിരിക്കുന്നത് പോലെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഒരനക്കവും ഇല്ല, ഒരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു ഇതിൽ വിക്രത്തിൻ്റെ അരികിലേക്ക് അച്ഛൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വിക്രം ചോദിച്ചു, അനിയൻകുട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് പറയാറായിട്ടുണ്ടോ അച്ഛോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറയാനുള്ളൊരു സമയമായിട്ടില്ലെന്നും പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ സമയം എടുക്കുമെന്നുള്ള കാര്യവും പറയുവാണ്. ഞാനത് അച്ഛനോട് ധൃതിപ്പെട്ട് ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അനിയൻകുട്ടൻ്റെ നാവിലിരിക്കുന്നത് എന്തോ അതാണ് ഇനി അങ്ങോട്ടേക്ക് ഞങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതെന്നുള്ള കാര്യം വിക്രം പറയുവാണ്. അനിയൻകുട്ടൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യവും ഇങ്ങനെ വിക്രം പറയുമ്പം അതിപ്പോൾ വിക്രത്തെക്കാളും നന്നായി അറിയാവുന്ന ഒരാളാണല്ലോ ഞാനെന്ന് അച്ഛൻ പറയുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പിന്നെ ബാക്കിയൊക്കെ കർത്താവിൻ്റെ കയ്യിലാണെന്നും അച്ഛൻ പറയുക. എന്തായാലും അധിക കാലം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല വിക്രമെന്നും അച്ഛൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും വിക്രവും കൂടി നമ്മുടെ അനിയൻകുട്ടൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം പിന്നെ ഗീവർഗീസ് ചേട്ടനുമായിട്ട് സംസാരിച്ചു. പിന്നെ നമ്മുടെ വിക്രം പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോഴത്തേക്കും അച്ഛോ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ വിക്രം? അത് പിന്നെ ഞാനത് അച്ഛനോട് പറയുമ്പം അച്ഛനത് എടുത്തു ചാടി ഒരു ഇത് ചെയ്യരുത്, അതിൻ്റേതായ ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് വേണം അതിന് പ്രതികരിക്കാൻ എന്നൊക്കെ പറയുമ്പം എന്താടോ താനതിനാടോ ഇത്ര മുഖവുരയൊക്കെ ഇടുന്നത്, എന്താണെങ്കിലും പറഞ്ഞോടോ, കാര്യം എന്താണെന്നിങ്ങനെ അച്ഛനിങ്ങനെ ചോദിക്കാം. അത് പിന്നെ അച്ഛോ ഞാൻ പറയാൻ പോകുന്ന കാര്യം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. താനിങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കാര്യം പറയടോ എന്ന് പറഞ്ഞു. അതെനിക്ക് പറയാനുള്ളത് ഈ തോട്ടത്തിലെ കാര്യമാണ്, അതും ഈ തോട്ടം തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. തോട്ടം തൊഴിലാളികളെ ബാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഇന്നലെ വന്ന ജോബി എന്ന് പറയുന്ന മാനേജറെ പറ്റിയുള്ള കാര്യങ്ങൾ വിക്രം അച്ഛനോട് പറയണം. വേദയുടെ അടുത്ത് വന്നതും വേദയോട് അപമര്യാദയായിട്ട് പെരുമാറിയതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിക്രം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതും തോട്ടം തൊഴിലാളികളും തമ്മിൽ എന്താ ബന്ധം എന്നുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ അങ്ങനെയൊക്കെ ചെയ്തോ എന്നൊക്കെ അച്ഛൻ ചോദിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം പറഞ്ഞു, അച്ഛോ ഈ ജോലിക്ക് കയറുന്നവരെല്ലാം സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്, വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ഇവർ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നല്ലാതെ അവർക്ക് അർഹതപ്പെട്ട വരുമാനം പോലും അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് വിക്രം പറയുക. അർഹതപ്പെട്ട വരുമാനം കിട്ടുന്നില്ലെന്നോ? താൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ ആ പേപ്പറിൽ ഒപ്പിടിയിക്കുന്നതും അതുപോലെ തന്നെ ആ പേപ്പറിൽ പറയുന്ന പൈസ, അതായത് കമ്പനി ഇവർക്ക് പറഞ്ഞിട്ടുള്ള പൈസ ഇവർക്ക് കൊടുക്കുന്നില്ല എന്നും ആ പൈസ ബാക്കി ഇവൻ മുക്കുകയാണെന്നുള്ള കാര്യവും അച്ഛനോട് വിക്രം പറഞ്ഞു. അപ്പോൾ ഈ തോട്ടം തൊഴിലാളികളെ അവൻ ശരിക്കും ചീറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം പറയുവാണ്. എന്തായാലും ഇതുപോലെ വെയിലത്തും മഴയത്തും ഒക്കെ കഷ്ടപ്പെടുന്ന ഇതുങ്ങൾക്ക് കിട്ടേണ്ട ആ യഥാർത്ഥ തുക അത് അവൻ അടിച്ചു മാറ്റി ഇതുങ്ങളെ ചതിക്കുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് വിവരങ്ങളെല്ലാം വിക്രം പറഞ്ഞു. അപ്പോൾ വേദയാണിത് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യവും പറയുവാണ്. അതിനുശേഷം വേദ അവരോടെല്ലാവരോടും തോട്ടം തൊഴിലാളികളോട് അവർക്ക് കിട്ടുന്ന വേതനം എത്രയാണെന്ന് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു കാര്യം പറഞ്ഞതെന്നുള്ള കാര്യവും അച്ഛനോട് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ അത് ഡീൽ ചെയ്യണമെന്നും വിക്രം അച്ഛനോട് പറയുന്നു. ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇത് സോൾവ് ചെയ്തെടുക്കണമെന്നും അവനെ അങ്ങനെ വളരാൻ അനുവദിക്കരുതെന്നും പറയുവാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനിങ്ങനെ ആകെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അച്ഛനാകെ ഞെട്ടിപ്പോയോട്ടെ, ഇത്രയും വലിയ തട്ടിപ്പ് വീരനൊക്കെ ഇതിനകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ വേദയും മേരി ചേച്ചിയും ഒക്കെ കൂടി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ജോബിച്ചൻ അവിടെ ബൈക്കൊക്കെ ഇട്ടിട്ട് ഒരു പാറയിലൊക്കെ ഇങ്ങനെ കയറി മലർന്ന് ഇങ്ങനെ അങ്ങ് കിടന്ന് ഇങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അവിടെ കിടക്കുന്നു. ആ സമയത്ത് നമ്മുടെ മേരി ചേച്ചി വേദയോട് ചോദിച്ചു, അവൻ എന്നാ വലിയ അനക്കമൊന്നും അല്ലാത്തപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവന് പേടിപ്പനി പിടിച്ചതായിരിക്കും എന്ന് വേദ പറയാം. പേടിപ്പനിയോ? പേടിപ്പനി പിടിക്കാനിപ്പോൾ എന്താ അവന്? ആഹാ, വേദ കൊച്ചിൻ്റെ പനി എന്താ അവന് പകർന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ മേരി ചേച്ചി. അതിന് എൻ്റെ പേടിപ്പനി ആയിരുന്നില്ലല്ലോ ചേച്ചി എന്ന് വേദ. അല്ല, അവനൊരു അനക്കമില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അവനിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത് കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞു. ആരാ കൊടുത്തേ? അപ്പോൾ അതറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ചേച്ചിക്ക്. അപ്പോൾ ഇന്നലെ ഇവൻ അവിടെ വേദയുടെ വീട്ടിൽ ചെന്നതും വേദയോട് സംസാരിച്ച കാര്യങ്ങളും പറയാം. കള്ളപ്പന്നി, അവനെ ഉണ്ടല്ലോ വെറുതെ വിടാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പം വെറുതെ വിട്ടില്ല. വിക്രം ചെന്ന് അവനെ കാണേണ്ട രീതിയിൽ കണ്ടു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോഴേ ആശാന് പനി പിടിച്ചതായിരിക്കും നമ്മുടെ വേദ പറയാം. നന്നായതേ ഉള്ളൂ, പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേരി ചേച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളച്ച് നിന്ന് സംസാരിക്കുകയാണ്. എന്തായാലും അവന് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് മേരി ചേച്ചി. ഇനിയിപ്പം നമുക്ക് ടെൻഷനില്ല. പിന്നെ എനിക്ക് മേരി ചേച്ചിയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം നമ്മുടെ ഈ തോട്ടം തൊഴിലാളികളെക്കുറിച്ചും തോട്ടത്തെക്കുറിച്ചൊക്കെയാണെന്ന് പറഞ്ഞു.
തോട്ടം തൊഴിലാളികളെക്കുറിച്ചും തോട്ടത്തിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളതെന്ന് അന്നേരം ചേച്ചി ചോദിച്ചു. എന്താ വലിയ പ്രശ്നമുണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പം പ്രശ്നമാണ് ചേച്ചി എന്ന് പറഞ്ഞു. പ്രശ്നമാണെന്നോ, എന്താ കാര്യം? അതെ, ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് ചേച്ചി എടുത്തിയാടി ഒന്നും ചെയ്യരുത്. വളരെ പതുക്കെ അല്ലെങ്കിൽ വളരെ സൈലൻ്റായിട്ട് മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ. മാത്രമല്ല ഇപ്പം ഇവിടെ നിൽക്കുന്ന ആരോടും ഈ കാര്യം പറയാനും പാടില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറയത്തില്ല, എന്താ മോള് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വിവരങ്ങളെല്ലാം മേരി ചേച്ചിയോട് പറയുവാണ്. അതായത് ഇവൻ നമുക്ക് ഒപ്പിടാൻ തരുന്നത് നിങ്ങൾ ആരും വായിച്ചു നോക്കാറില്ലല്ലോ, അപ്പോൾ നമ്മുടെ അവസ്ഥയെ അവൻ ചൂഷണം ചെയ്യുകയാണെന്നുള്ള കാര്യം വേദ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഒപ്പിട്ട് കൊടുത്തു വിടുന്നു. അപ്പോൾ അതിനകത്ത് എത്ര രൂപയാണ് നമുക്ക് കമ്പനി പറഞ്ഞിട്ടുള്ളതെന്നൊന്നും നമ്മളാരും വായിച്ചു നോക്കുന്നില്ല. പക്ഷേ കമ്പനി പറഞ്ഞതിൻ്റെ പകുതി തുകയെ നമുക്ക് കിട്ടുന്നുള്ളെന്നും ബാക്കി പൈസ ഇവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും വേദ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും മേരി ചേച്ചി ഞെട്ടി. നേരാണോ മോനെ നീ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ ചേച്ചി കള്ളം പറയുന്നതെന്ന് വേദ ചോദിക്കാം. അപ്പോൾ ഈ നമ്മളുടെ എല്ലാവരുടെയും കാശ് എടുത്തിട്ടാണ് അവൻ ഇവിടെ നിന്ന് വലിയ ആളാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതെല്ലാം ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും വേദ 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങളങ്ങ് പറഞ്ഞു കൊടുത്തു. ഇനി മറ്റവൻ വലിയ ആൾ കളിച്ച് അതിൽ നടക്കാൻ പറ്റത്തില്ല, അവൻ്റെ പണി തീർക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മേരി ചേച്ചി ഇവനെ വെറുതെ വിടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത്. അപ്പോൾ അതാ ഞാൻ ചേച്ചിയോട് പറഞ്ഞത്, എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, സൈലൻ്റായിട്ട് വേണം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാനെന്നും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വേദ നമുക്ക് ഇതിനൊരു വഴി കാണാമെന്നും അവൻ പോലും അറിയാതെ അവനെ കൊണ്ട് തന്നെ സത്യം പുറത്ത് കൊണ്ടുവരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേദയ്ക്ക് പിന്നെ ഭയങ്കര മിടുക്കുള്ള ആളാണല്ലോ. അപ്പോൾ വേദ അതെല്ലാം മേരി ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ വേദ ആ തോട്ടം തൊഴിലാളികൾക്ക് കിട്ടേണ്ട വേതനം, അവർക്ക് അർഹതപ്പെട്ട കൂലി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളൊരു ഉറപ്പും മേരി ചേച്ചിക്ക് കൊടുക്കുക. എന്തായാലും അവൻ്റെ പണി തെറിപ്പിക്കുന്നതോടൊപ്പം ഇവരുടെ താമസ സ്ഥലം അവൻ തെറിപ്പിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.